ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വീണ്ടും വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ റോമാലേഖനത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി അടുത്ത ചില വാക്യങ്ങൾ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ചില ആഴ്ചകൾ മറ്റു പല കാരണങ്ങൾ കൊണ്ടൊക്കെയും നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ ഒരു കണ്ടിന്യൂറ്റി, ആ ഫ്ലോ അല്പം നഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ നമ്മൾ എട്ടാമത്തെ അധ്യായം ഉടനീളം സംസാരിച്ചു വന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ദ സ്പിരിറ്റ് ലൈഫ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ജീവിതം. ദ സ്പിരിറ്റ് ലൈഫിൻ്റെ വിവിധങ്ങളായ വശങ്ങളാണ് നാം ചിന്തിച്ചു വന്നിരുന്നത്. ആദ്യത്തെ എട്ടാം അധ്യായം അതിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ ദി ഡെലിവറൻസ് ഓഫ് ദ സ്പിരിറ്റ് ലൈഫ്, ആത്മജീവിതത്തിൻ്റെ വിടുതലിനെ കുറിച്ച് ചിന്തിച്ചു. എട്ടാമത്തെ അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ദ ഡിഫറൻസ് ഓഫ് ദ സ്പിരിറ്റ് ലൈഫ്, അല്ലെങ്കിൽ ആത്മജീവിതത്തിൻ്റെ വ്യത്യസ്തതകൾ എന്താണെന്നുള്ളത് ചിന്തിച്ചു. എട്ടാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നാം ഡിലൈറ്റ് ഓഫ് ദി സ്പിരിറ്റ് ലൈഫ്, ആത്മജീവിതത്തിൻ്റെ ആ ഒരു സന്തോഷം, ആ ഒരു ആവേശം, ആ ഒരു അനുഗ്രഹം, അതിനെക്കുറിച്ച് ചിന്തിപ്പാനായിട്ടിടയായിരുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ആശ്രയിച്ച് 18-ാമത്തെ വാക്യം മുതൽ, റോമാലേഖനം 8:18 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ അതിനൊരു തലക്കെട്ട് നൽകുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, ദി ഡിലിജൻസ് ഓഫ് സ്പിരിറ്റ് ലൈഫ്. അതായത് ആത്മജീവിതത്തിൻ്റെ ഒരു വലിയ ഉത്സാഹം, അല്ലെങ്കിൽ ജാഗ്രത, അല്ലെങ്കിൽ അതിൻ്റെ ആത്മാർത്ഥത, ജാഗ്രത എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിളിക്കാം, അല്ലെങ്കിൽ ഒരു ആകാംക്ഷ എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ടൈറ്റിൽ ഞാൻ നൽകിയത്, ദ ഡിലിജൻസ് ഓഫ് സ്പിരിറ്റ് ലൈഫ്, ഒരു ആത്മജീവിതത്തിൻ്റെ ജാഗ്രത, അല്ലെങ്കിൽ അതിനോടുള്ള നമ്മുടെ പ്രതിബദ്ധത. ഇവിടെ ഈ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു 18 മുതൽ 27 ഉള്ള ഒരു വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഒരു പ്രധാനപ്പെട്ട സത്യം. 18-ാമത്തെ വാക്യം നമ്മെ ഓർപ്പിക്കുന്നത്, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. ഈ 8-ാം അധ്യായത്തിൽ ഒരു വലിയ കേന്ദ്രവാക്യമാണ് ഈ 18-ാമത്തെ വാക്യം. എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു കാര്യം ഒരു ഇൻട്രഡക്ഷനും ഇല്ലാതെ വെളിപ്പെടുത്തുകയാണ്. വി ആർ നോട്ട് അറ്റ് റീച്ച് അവർ ഹോം, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ ഇതുവരെയും എത്തിയിട്ടില്ല. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഈ യാത്ര ഒരു പ്രോഗ്രസ് ആണ്, അതൊരു പ്രോസസ്സാണ്, അതിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇതുവരെയും ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് 18-ാമത്തെ വാക്യം നമ്മെ അറിയിക്കുന്നത്. അതാണ് നമ്മളിൽ വെളിപ്പെടാനുള്ള തേജസ്, സംതിങ് ദാറ്റ് യെറ്റ് ടു കം. നമ്മളിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നിറഞ്ഞ, വേദനകൾ നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ ജീവിതയാത്രയിൽ നാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ വെളിപ്പെടാനുള്ള ഒരു വലിയ തേജസ് വിചാരിക്കുമ്പോൾ, ആ തേജസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, ഈ ലോകത്തെ കഷ്ടങ്ങൾക്ക് യാതൊരു വിലയുമില്ല എന്ന് പ്രൈസ് ദി ലോർഡ് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നാം അല്ലെങ്കിൽ ഈ കാലങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്നും ചോദിച്ചാൽ, ഈ ലോകത്തിലെ നമ്മുടെ കഷ്ടങ്ങൾ വളരെ നമ്മെ പീഡിപ്പിക്കുന്നതും നിരാശപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതും പല തലങ്ങളിലുള്ള വേദനകൾ നമുക്ക് ഉളവാക്കുന്നതാണെങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മളിൽ വെളിപ്പെടാനിരിക്കുന്ന ഒരു തേജസ്സാണ്. ആ തേജസ്സിനെ കുറിച്ചുള്ള ചിന്ത നമ്മളെ ഈ ലോകത്തിലെ എല്ലാവിധ കഷ്ടതകളിൽ നിന്നും, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ വാക്യത്തിൻ്റെ, അല്ലെങ്കിൽ ഇതിനൊരു തലക്കെട്ട് തന്നെ ഞാൻ അങ്ങനെ കൊടുത്തത്. കാരണം പ്രൈസ് ദി ലോർഡ്, നമുക്കൊരു സ്റ്റഡി
ആൻഡ് ഒരു എനർജറ്റിക് ആക്ടിവിറ്റി വേണം. കാരണം കഷ്ടതകൾ വന്നുകൊണ്ടിരിക്കുന്നു, പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ നമ്മെ ഉത്സാഹത്തോടെ നിർത്തുന്നത് ഒരു കാര്യമെന്ന് ചോദിച്ചാൽ ഈ ആത്മാവിൻ്റെ ജീവിതമാണ്. ഈ ആത്മാവിനാൽ നമ്മൾ എനർജൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കഷ്ടങ്ങൾ വന്നോട്ടെ, ദുഃഖങ്ങൾ വന്നോട്ടെ, സാരമില്ല, ഞാനൊരു തേജസ്സിനായിട്ട് കാത്തിരിക്കുകയാണ്. ഇവിടെ ഈ കാര്യം പൗലോസ് ഓർപ്പിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട ജീവിത അനുഭവങ്ങളിൽ അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട ഏരിയകളിൽ ഒരു വലിയ നിലവിളി അല്ലെങ്കിൽ ഒരു ഞരക്കത്തിൻ്റെ കുറിച്ച് പൗലോസ് ഓർപ്പിക്കുകയാണ്. അതായത് ആത്മാവിൻ്റെ ജീവിതത്തിലേക്ക് നാം മുന്നോട്ട് വരുമ്പോൾ നമ്മെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന നമ്മുടെ നേരെ ഉണ്ടാകുന്നതായ ഒരു തരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ജാഗ്രത നാം ഉളവാക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായ ശക്തികൾ പലപ്പോഴും നമ്മെ ബലഹീനരാക്കുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ഒരു ഞരക്കം, അതിനെ അതിജീവിക്കാനുള്ള ഒരു ആക്റ്റീവ് എനർജൈസിങ് ഈ ലോകത്തിൽ 3 തലങ്ങളിൽ വെളിപ്പെടുന്നുണ്ടെന്നുള്ളത് ഈ വാക്യങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. സോ ഈ വാക്യങ്ങൾ നമ്മെ വെളിപ്പെടുത്തുന്നത് 3 ഞരക്കങ്ങളെക്കുറിച്ച് താഴോട്ട് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. 3 ഗ്രോൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ പ്രാരംഭത്തിൽ പറയാം. 1, സൃഷ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. 2, വിശ്വാസികളായ നാം ഓരോരുത്തരും ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. 3, ആത്മാവ് താനും എന്ത് ചെയ്യുന്നു? ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. 3 ഞരക്കങ്ങൾ ഈ വേദഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു. 1, സൃഷ്ടി ഞരങ്ങുന്നു. 2, ദൈവത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ വിശ്വാസികൾ ഞരങ്ങുന്നു. 3, ആശ്വാസപ്രദനായിരിക്കേണ്ട ആത്മാവ് പോലും എന്ത് ചെയ്യുന്നു? ഞരങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ 3 ചിന്തകൾ ഈ രാത്രികാലം നിങ്ങളോട് പങ്കുവച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തേത്, നമ്മളതിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ ഞരക്കം സകല സൃഷ്ടിയുടെയുമാണ്. എന്താണ് അവിടെ വായിക്കുന്നത് എന്ന് നാം ശ്രദ്ധിച്ചു നോക്കിയാൽ 19ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഒരാൾ കഴിഞ്ഞ ദിവസങ്ങൾ എന്നോട് ഈ വാക്യം ചോദിച്ചു, ദൈവപുത്രന്മാരാരാണ്? വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചാണ് പറയുന്നത് കേട്ടോ. ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ആ ഒരു പ്രയോഗത്തിന് മറ്റൊരു കുറച്ചുകൂടെ അതിനെ വേറൊരു നിലയിൽ പൗലോസ് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ സൃഷ്ടി എന്ത് ചെയ്യുന്നു? സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകാൻ പോകുന്ന, അല്ലെങ്കിൽ ഞാൻ ആദ്യം 18ാമത്തെ വാക്യം പറഞ്ഞപ്പോൾ നമ്മളിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് എന്ന ആ വാക്യം അവിടെ ഓർപ്പിക്കുന്ന അതേ വെളിപ്പാട് മനുഷ്യപുത്രന്മാർ അല്ലെങ്കിൽ ദൈവമക്കളായ നമ്മളിൽ വെളിപ്പെടാൻ വേണ്ടി ആര് കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്? സകല സൃഷ്ടിയും. The creation is groaning for the revelation to his people. അല്ലെങ്കിൽ തൻ്റെ തന്നെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്നുവെന്ന് മറ്റ് ചില വാക്യങ്ങളിലും നമ്മൾ അത് വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് മറ്റൊരു വേദഭാഗത്തും അത് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ സൃഷ്ടിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ സൃഷ്ടി എന്തിനു വേണ്ടിയാണ് ഈ ഞരങ്ങുന്നത്? 1, സൃഷ്ടിയുടെ മേലുണ്ടായ ഒരു അനുഭവം, എ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ദാറ്റ് ക്രിയേഷൻ ഈസ് ഗോയിങ്, ദ ക്രിയേഷൻസ് എക്സ്പീരിയൻസ്. 20ാമത്തെ വാക്യം വായിക്കുമ്പോൾ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവ മക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സോ ക്രിയേഷൻസ് എക്സ്പീരിയൻസ് എന്തെന്ന് ചോദിച്ചാൽ, ഈ ക്രിയേഷൻ ഈസ് അണ്ടർ എ കേഴ്സ്. ഈ സൃഷ്ടി ഒരു വലിയ ശാപത്തിൻ്റെ അടിയിലായിരിക്കുകയാണ്. എപ്പോഴാണ് ഈ സൃഷ്ടി ശാപത്തിൻ്റെ അധീനതയിലായത്? അത് വളരെ വ്യക്തമായി നമുക്കറിയാം. മറ്റൊന്നുമല്ല, ആദാം ഹൗവ ദമ്പതികൾ പാപം ചെയ്തപ്പോൾ, ആദാമ്യ പാപം നിമിത്തമായി കേവലം
ആദാമിന് മാത്രമല്ല ഇതിൻ്റെ പരിണിതഫലം അനുഭവിക്കേണ്ടി വന്നത്, സകല സൃഷ്ടിയും അതിൻ്റെ പരിണിതഫലത്തിലേക്ക്, അതിൻ്റെ ശാപത്തിലേക്ക് അത് മാറി. ഏദൻ തോട്ടം സകല ഫലാദികൾ കൊണ്ട്, സകല വൃക്ഷഫലാദികൾ കൊണ്ട് സമ്പുഷ്ടമായ ഏദൻ തോട്ടം അടയ്ക്കുകയും ഈ ഭൂമിയിൽ വീണ്ടും ഒരു ശാപത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുകയും, ഇന്ന് നാം കാണുന്ന ഭൂമി അത് ഒരു വലിയൊരു അഗ്നിക്കായിട്ട്, വലിയൊരു ശുദ്ധീകരണത്തിനായിട്ട് അത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ ഭൂമിയും ഈ സൃഷ്ടിയും സകല സൃഷ്ടിജാലങ്ങളും പാപത്തിൻ്റെ അധീനതയിലായിരിക്കുകയാണ്. സോ എവ്രി ക്രിയേഷൻ ഈസ് അണ്ടർ ദ സിൻ. എല്ലാ സൃഷ്ടികളും പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുകയാണ്. അത് വിളിച്ചറിയിക്കുന്നതാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ. ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ട്. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ നിമിത്തം എന്ത് ശപിക്കപ്പെട്ടു? ഭൂമി ശപിക്കപ്പെട്ടു. അപ്പോൾ ഈ ഭൂമി സമൃദ്ധിക്കും അനുഗ്രഹത്തിനും വേണ്ടി നൽകിയപ്പെട്ടിരുന്നതായ ഈ ഭൂമി എന്ത് ചെയ്തു? ആദാം ചെയ്ത പാപം നിമിത്തമായി എന്ത് ചെയ്തു? അത് ശപിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അത് ശാപത്തിൻ്റെ അനുഭവം ഉളവാക്കുന്നതായ, മുള്ളും പറക്കാരെയും വരുന്നതായ അതുപോലെയുള്ള ദൈവികമായ അനുഭവങ്ങളെ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ ഈ ഭൂമിയും ശാപത്തിൻ്റെ അടിയിലായി. അപ്പോൾ ഈ ഭൂമി ഇന്ന് വലിയ ഒരു ശാപത്തിലായിരിക്കുകയാണ്. ഭൂമി അതിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഭൂമിക്കറിയാം, എനിക്ക് വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ ഈ മനുഷ്യരെന്ത് ചെയ്യണം? അവരിൽ വീണ്ടെടുപ്പ് നടക്കണം. അപ്പോൾ ഭൂമിക്ക് മാത്രം ഒരു വീണ്ടെടുപ്പ് സാധ്യമല്ല, സൃഷ്ടിക്ക് മാത്രം ഒരു വീണ്ടെടുപ്പ് സാധ്യമല്ല. സൃഷ്ടിയുടെ വീണ്ടെടുപ്പ് മനുഷ്യന്റെ വീണ്ടെടുപ്പുമായിട്ട്, മനുഷ്യന്റെ തേജസ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. സൃഷ്ടി നോക്കുകയാണ്, എന്നാണ് ഈ മനുഷ്യരൊന്ന് രക്ഷപ്പെടുന്നത്, എന്നാണ് ഈ മനുഷ്യരുടെ മേലെ ദൈവിക തേജസ്സിന് വെളിപ്പെട്ട് വരുന്നത്, അല്ലെങ്കിൽ നിത്യത ഇവർക്ക് വേണ്ടി തുറക്കപ്പെടുന്നത് എന്ന് സൃഷ്ടി ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. കാരണം സൃഷ്ടിക്ക് മൂലം സൃഷ്ടി വരെയും ആ ദൈവികമായ അല്ലെങ്കിൽ പാപനിമിത്തമായ ശാപത്തിന്റെ അടിമത്തത്തിലായിരിക്കുകയാണ്. സൃഷ്ടി നോക്കുകയാണ്, എന്ന് ഈ മനുഷ്യപുത്രന്മാർ അവരുടെ മേലെ തേജസ് വെളിപ്പെടും. ആ തേജസ് വെളിപ്പെടുന്ന നാളിൽ ശാപഗ്രസ്തമായി തീർന്ന ആദാം നിമിത്തമായി, ആദാമ്യവർഗം നിമിത്തമായി ശപിക്കപ്പെട്ട ഭൂമി വരെയും അതിൻ്റെ വീണ്ടെടുപ്പ് അതിന് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ this creation is experiencing a turmoil, a curse, and it is because of the rebellion that has occurred through the sinful act of Adam. And God has commanded that this earth is also under a curse. ഇതാണ് സൃഷ്ടിയുടെ ഒരു എക്സ്പീരിയൻസ്. എന്നാൽ ഈ സൃഷ്ടിയുടെ എക്സ്പ്രഷൻ എന്താണ്? അതാണ് നമ്മൾ അടുത്ത 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി നീറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ഇവിടെ പ്രകൃതിയുടെ അല്ലെങ്കിൽ സൃഷ്ടിയുടെ ഒരു വലിയൊരു എക്സ്പ്രഷൻസ് ഇവിടെ വ്യക്തമാക്കുകയാണ്. ഈ സകല ഈ സൃഷ്ടിയും അതിനോട് കൊടുത്തിരിക്കുന്നതായ ഒരു സാമ്യപ്പെടുത്തിയിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് ഈറ്റുനോവ്. അതായത് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്നതായ അല്ലെങ്കിൽ ആ പ്രസവ സമയത്തുണ്ടാകുന്ന വേദന, പ്രൈസ് ദി ലോർഡ്, ആ ഈറ്റുനോവ് എങ്ങനെയാണോ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ സകല സൃഷ്ടിയും എന്ത് ചെയ്യുകയാണ്? ആ ഒരു വലിയ വിടുതലിന് വേണ്ടി, ആ ഒരു വലിയൊരു രക്ഷയ്ക്ക് വേണ്ടി ആ വേദനകളെ മുഴുവൻ അനുഭവിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ലോകത്തിൽ ഉണ്ടാകുന്നതായ പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലുള്ള ദുരന്തങ്ങൾ, വിപത്തുകളൊക്കെ ഒരുപക്ഷെ ഈ ഒരു ഈറ്റുനോവിൻ്റെ ലക്ഷണമാണോ എന്ന്
പ്രവചന പുസ്തകങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. എസ്കേലിൻ്റെ പ്രവചന പുസ്തകങ്ങളിലൊക്കെ ഭൂകമ്പത്തെക്കുറിച്ചും വെള്ളപ്പൊക്കത്തെക്കുറിച്ചും പേമാരിയെക്കുറിച്ചൊക്കെ ഓർപ്പിക്കുമ്പോൾ അതെല്ലാം ഒരു ഭൂമിയുടെ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ സംഭവിക്കുന്നതായ അല്ലെങ്കിൽ അന്ത്യനാളിലേക്ക് ഭൂമി ബന്ധപ്പെടുന്നതിൻ്റെ എക്സ്പ്രഷൻസ് ആണ് എന്ന് വേദപഠിതാക്കളൊക്കെ ചിന്തിക്കുകയും അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും അതിൻ്റെ ആധികാരികതയിലേക്ക് ഞാൻ ഇന്ന് കടക്കുന്നില്ല. അപ്പോൾ ഈ ഭൂമിയെല്ലാം എന്ത് ചെയ്യുന്നു? ഈ സൃഷ്ടികൾ മുഴുവൻ അത് എക്സ്പ്രസ് ചെയ്യുകയാണ്. എങ്ങനെയെങ്കിലും ഒരു വീണ്ടെടുപ്പ് എന്നിലുണ്ടാകണം, ഈ സൃഷ്ടിയിൽ ഒരു വീണ്ടെടുപ്പ് ഉണ്ടാകണം എന്ന് ഈറ്റുനോവോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ അപ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കണം, എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്, ഒരു ആത്മീയ മർമ്മം അതിനകത്ത് പറയാം. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമി മുഴുവനും ഈറ്റുനോവിനായി ഒരു വീണ്ടെടുപ്പിനായി ദൈവപുത്രന്മാരുടെ തേജസ്സിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഈ പറയുന്ന ഭൂകമ്പവും ഈ പറയുന്ന ദുരന്തങ്ങളും മലയിടിച്ചിലുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോഴും മറുഭാഗത്ത് ഈ സകല സൃഷ്ടിയും ദൈവത്തിൻ്റെ മഹത്വത്തെയും എന്ത് ചെയ്യുന്നുണ്ട്? വർണ്ണിക്കുന്നുണ്ട്. അതാണ് സങ്കീർത്തനം 119 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സകല സൃഷ്ടിയും ദൈവത്തിൻ്റെ കൈവേലയെ സ്പർശിക്കും. ആകാശവും അതിൻ്റെ പൂർണ്ണതയും ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആകാശവിധാനങ്ങൾ ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. 148 സങ്കീർത്തനം സൃഷ്ടി ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്നെല്ലാം നമ്മൾ വായിക്കുമ്പോൾ, ഒരു ഭാഗത്ത് ഈ സൃഷ്ടി ഇറ്റ് ഈസ് ഗ്രോണിങ് ഫോർ ഇറ്റ്സ് റെഡംഷൻ, അതിൻ്റെ വിടുതലിന് വേണ്ടി അതിങ്ങനെ കിടന്ന് വെപ്രാളപ്പെടുമ്പോഴും മറുഭാഗത്ത് അതിൻ്റെ എല്ലാം നടുവിൽ ആ സൃഷ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതൊരു ആത്മീയ മർമ്മം എന്ന നിലയിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുകയാണ്. പലപ്പോഴും മനുഷ്യൻ വേദനകളോ പ്രയാസങ്ങളോ വരുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വിസമ്മതിക്കും. പ്രയാസങ്ങളോ ദുഃഖങ്ങളോ വരുമ്പോൾ ദൈവത്തെ ആരാധിക്കാനോ ദൈവത്തിൻ്റെ മഹത്വം കാണാനോ ആഗ്രഹിക്കാതിരിക്കുമ്പോൾ, സൃഷ്ടി നോക്കിക്കേ, ഇത്രമാത്രം ആദാമ്യ വർഗത്തിൻ്റെ പാപത്തിൻ്റെ അടിമത്തത്തിൽ ഒരു ശപിക്കപ്പെട്ട ഭൂമിയാണെങ്കിലും ഭൂമി ഇപ്പോഴും എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കിക്കൊണ്ട് അതിനെ മഹത്വീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഭൂമി എന്ത് ചെയ്യുന്നു? ഈ സർവ്വ സൃഷ്ടിയും അതിൻ്റെ ഈറ്റുനോവിന് വേണ്ടി, അതിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഈറ്റുനോവോടുകൂടി കാത്തിരിക്കുന്നു. അടുത്തത് നമ്മളിവിടെ കാണുന്നത്, ഈ വേദഭാഗം തന്നെ താഴോട്ട് വായിക്കുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്നത് ഈ സൃഷ്ടിയുടെ ഒരു പ്രതീക്ഷ. അതാണ് 19 വാക്യത്തിൽ 2 പദങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 20 വാക്യത്തിലും വായിക്കുന്നത്, സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ, വിത്ത് എ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ, വിത്ത് എ ഗ്രേറ്റ് ഹോപ്പ് എന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ, ഈ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തല പൊക്കി നമ്മളിങ്ങനെ കാലയിൽ ഉപ്പൂറ്റിയെ പൊങ്ങി നിന്ന് നമ്മളിങ്ങനെ എന്തെങ്കിലും വരുന്നോ നോക്കുന്നില്ല. അതേ ഒരു ശൈലിയിലാണ് ഈ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകാംക്ഷയോടെ, ആശയോടെ സകല സൃഷ്ടിയും ദൈവപുത്രന്മാരുടെ തേജസ്സിനായി എന്ത് ചെയ്യുന്നു? ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം ഈ സൃഷ്ടി മുഴുവനും പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ ദൈവികമായ വിടുതലിനായി ദൈവപുത്രന്മാരുടെ തേജസ്കരണത്തിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ചിന്തിപ്പിച്ചൊരു വസ്തുത, ഈ ഭൂമിയും അതിൻ്റെ സർവ്വതും ദൈവം ശപിച്ചപ്പോൾ അത് ശാപഗ്രസ്തമായി തീർന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സൗന്ദര്യം എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചു പോവുകയാണ്. കാരണം ഒരു റോസാ പുഷ്പത്തെ കണ്ടാൽ എത്ര മനോഹരമാണ്. പ്രൈസ് ദി ലോർഡ്. ദുബായിൽ ഗാർഡൻ സിറ്റി അല്ലെ ഡിസ്കവറി ഗാർഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനവിടെ പോയില്ല, ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വളരെ മനോഹരമായ പുഷ്പങ്ങൾ അലങ്കരിച്ച്, ലോകത്തിൽ ഇങ്ങനെ തന്നെ പുഷ്പങ്ങൾ ഉണ്ടോ എന്ന് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഈ പൂക്കൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് തന്നെ നമുക്ക് അതിശയിക്കുമാറുള്ള പുഷ്പങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലോകത്തിൽ ഇന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറയുന്നൊരു ആശയം, ശപിക്കപ്പെട്ട ഭൂമിയിൽ ഇത്രമാത്രം മനോഹരമായിട്ട് നമ്മുടെ ചുറ്റുപാടും നോക്കുന്ന പ്രകൃതിയും നമ്മുടെ ചുറ്റുപാടും കാണുന്ന സൃഷ്ടിജാലങ്ങളും നമ്മുടെ ചുറ്റുപാടും കാണുന്ന പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ നോക്കുമ്പോൾ എത്രമാത്രം വി ജസ്റ്റ് എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ദിസ് നേച്ചർ, അല്ലേ?
പലപ്പോഴും നമ്മൾ ഫോട്ടോകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നും, ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ ഭൂമിയിലുണ്ടോ, എത്ര മനോഹരമായിരിക്കുന്നു. സൃഷ്ടിയുടെ ആ ഒരു വലിയ അനുഭവങ്ങൾ നമ്മളിപ്പോൾ കാണുമ്പോൾ എത്ര മനോഹരമാണെന്ന് തോന്നും. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഇത് ആദാമും ഹവ്വായും പാപം ചെയ്തപ്പോൾ ഈ ഭൂമിയെ ശപിച്ചപ്പോൾ ഈ ഭൂമി ശാപമായി തീർന്നു എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട ഭൂമിയുടെ മനോഹരതയാണ് ഈ കാണുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം പറയാം, വീണ്ടെടുക്കപ്പെട്ട അല്ലെങ്കിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയുമായി സൃഷ്ടിക്കപ്പെടുന്ന തേജസ്കരിക്കപ്പെടുന്ന ദൈവപുത്രന്മാരുടെ തേജസ്കരിക്കപ്പെടുന്നതോടൊപ്പം തന്നെ വിശ്വാസികളുടെ തേജസ്കരിക്കപ്പെടുമ്പോൾ തന്നെ ഈ ഭൂമിക്കും ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അന്നത്തെ ഭൂമി എത്രയോ മടങ്ങ് ഹല്ലേലൂയ അത് വളരെ ഭംഗിയുള്ളതും മനോഹരവുമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ശാപഗ്രസ്തമായ ഭൂമിക്ക് സൃഷ്ടിക്ക് ഇത്രമാത്രം മനോഹാരിത ഉണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന വലിയ ആ സൃഷ്ടിയുടെ അടുത്ത തലം അല്ലെങ്കിൽ ശാപത്തിൽ നിന്ന് മുക്തമാകുന്ന ഈ സൃഷ്ടി എത്രമാത്രം മനോഹരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അന്നാണ് ദ റിയൽ ബ്യൂട്ടി ഓഫ് നേച്ചർ നമ്മൾ കാണാൻ പോകുന്നത്. അന്നാണ് വാസ്തവത്തിൽ ഇതുവരെ കണ്ടതൊന്നും ഒരു ബ്യൂട്ടിയേ അല്ല എന്ന് നമുക്ക് തിരിച്ചറിയുന്നത്. കാരണം ഇപ്പോൾ കാണുന്നത് ശാപത്തിൽ അകപ്പെട്ടിരിക്കുന്നൊരു ഭൂമിയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇനിയും ഒരു ഭൂമി, ഒരു സൃഷ്ടിപ്പ്, ആ സൃഷ്ടിപ്പിൻ്റെ വീണ്ടെടുപ്പ് സംഭവിക്കുമ്പോൾ നാം അന്ന് കാണുന്നത് വീണ്ടെടുക്കപ്പെട്ടൊരു സൃഷ്ടിയാകുമ്പോൾ അതിൻ്റെ മനോഹാരിയത ഇന്നത്തേനെക്കാട്ടിൽ എത്രയോ 10 മടങ്ങ് അത് അപ്പുറത്തായിരിക്കും, വലുതായിരിക്കും. അപ്പോൾ സകല സൃഷ്ടിയും എന്ത് ചെയ്യുന്നു? അതിൻ്റെ വീണ്ടെടുപ്പിനായിട്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒന്നാമത്തെ ഞരക്കത്തെക്കുറിച്ചാണ് വെളിവാക്കുന്നതെങ്കിൽ അടുത്ത ഞരക്കത്തെക്കുറിച്ച് പറയുന്നത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. രണ്ടാമത്തെ ഞരക്കം പ്രൈസ് ദി ലോർഡ്, സകല മനുഷ്യരും അല്ലെങ്കിൽ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും എന്ത് ചെയ്യുന്നു? ഞരങ്ങുന്നു. അതാണ് 23-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ ഒന്നാമത്തത് ദൈവപുത്രന്മാരുടെ തേജസ്സനായ സകല സൃഷ്ടികളും ഞരങ്ങുന്നുവെങ്കിൽ രണ്ടാമത്തത് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം, ദ ക്രിസ്ത്യൻസ്, വീണ്ടെടുക്കപ്പെട്ടതായ റിഡീംഡ് ക്രിസ്ത്യൻസ് ദ റിഡീംഡ് പീപ്പിൾ, അവരെന്ത് ചെയ്യുന്നു? ഒരു ദൈവിക സന്നിധിയിൽ ഒരു വീണ്ടെടുപ്പിനായി വീണ്ടും ഞരങ്ങി കൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ നാം കാണുന്നത് ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഇവിടെ വ്യക്തമാക്കുന്നത് ദാറ്റ് വി ആർ ദി ബിയറേഴ്സ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ദാറ്റ് മീൻസ് നമ്മളാണ് എന്ത് ചെയ്യുന്നത്? ഈ ശാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആദ്യ സ്പർശനമേറ്റ ആദ്യ ഫലം ലഭിച്ചവരായി നാം രക്ഷിക്കപ്പെട്ടവരായിരിക്കുന്നത്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ രക്ഷിക്കപ്പെട്ടതിൻ്റെ അനുഭവമുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ സംഭവിച്ചതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, നമ്മളിലെല്ലാം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. തീർച്ചയായിട്ടും ആത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പകർച്ചയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ഔട്ട് പോറിംഗ് ആണ്, നമ്മളിലേക്ക് പ്രവഹിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പകർച്ചയാണ്. എന്നാൽ നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടതും എന്തിൻ്റെ പ്രവർത്തനം മൂലമാണ്? പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് ആരെങ്കിലും പറയുകയാണ് നമ്മളിൽ പരിശുദ്ധാത്മാവില്ല എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ മണ്ടത്തരമാണ്. നമ്മളിൽ എല്ലാവരും പരിശുദ്ധാത്മാവുണ്ട്. എന്നാൽ പിന്നെ എന്തിനാണ് നമ്മൾ ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്? അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പകർച്ച, ഫുൾനെസ് ഓഫ് സ്പിരിറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണത, അത് നമ്മൾക്ക് പ്രാപിക്കാൻ വേണ്ടിയാണ് നാം കാത്തിരിപ്പ് യോഗങ്ങളിലിരുന്ന് ദൈവസന്നിധിയിൽ ആ ആത്മപകർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. എന്നാൽ അപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടതിൻ്റെ പിന്നിലെ പ്രേരക ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്.
അപ്പോൾ എല്ലാവരും ഈ പരിശുദ്ധാത്മാവിൻ്റെ ആദ്യ ഫലം പ്രാപിച്ചവരാണ്. നാം ഓരോരുത്തരും ഈ പരിശുദ്ധാത്മാവിൻ്റെ ആദ്യ ഫലം നമ്മളിലുണ്ട്. ദ ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് എവറിവെയർ ഇൻ ദ ബിലീവേഴ്സ് ലൈഫ്. ഒരു വിശ്വാസിയുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വി ഗോഡ് സേവ്ഡ് ബിക്കോസ് ഓഫ് ദ പവർ ഓഫ് ദി സ്പിരിറ്റ്. ഈ പരിശുദ്ധാത്മ നമ്മളിൽ സഞ്ചരിച്ചത് കൊണ്ടാണ് നമ്മളിൽ ഒരു രക്ഷാനിർണയം ഉണ്ടായത്. അത് തന്നെയല്ലേ 1 കൊരിന്ത്യർ 12:13 റോമർ 8:9 അത് തന്നെയാണ് പറയുന്നത്. നമ്മളിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒക്കെയുള്ള ബോധ്യം വരുത്തിയിരിക്കുന്നു. നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള ബോധം പരിശുദ്ധാത്മാവ് വരുത്തുന്നു. അപ്പോൾ ഈ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഒരു ഞരക്കം, അതെന്തിനെക്കുറിച്ചുള്ള ഞരക്കമാണെന്നറിയാമോ? എൻ്റെ ജീവിതം, ഐ ആം ജസ്റ്റ് ലിവിങ് ഇൻ ദിസ് വേൾഡ് വിച്ച് ഈസ് അണ്ടർ എ കേഴ്സ്. ഈ ഒരു ലോകം ശാപത്തിലായിരിക്കുകയാണ്. അപ്പോൾ ഈ ശാപത്തിലായിരിക്കുന്ന ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കാൻ വലിയ ചലഞ്ചാണ്. അതുകൊണ്ട് എൻ്റെ ആത്മാവ് ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങിയാണ്. എന്താണ് നമ്മുടെ ഗ്രോണിങ്? നമ്മുടെ ഗ്രോണിങ് ഇതാണ്: എന്നാണ് എനിക്ക് ഈ പാപത്തിൻ്റെ പൂർണ്ണ അനുഭവത്തിൽ നിന്ന്, ഈ പാപത്തിൻ്റെ പൂർണ്ണ ആധിപത്യത്തിൽ നിന്ന്, പാപത്തിൻ്റെ ആ വലിയ കഠോരമായ ആ പിടുത്തത്തിൽ നിന്ന് എനിക്ക് എന്നാണ് രക്ഷ പ്രാപിക്കാൻ കഴിയുന്നതെന്നുള്ള ഒരു വലിയ ഞരക്കത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എൻ്റെ ഉള്ളിൽ ഒരു പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നത് കൊണ്ട് പാപം കാണുമ്പോൾ അതിനെ എതിർക്കാനുള്ള ഒരു പ്രവണത എനിക്കുണ്ടാകുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത് കൊണ്ട് ഐ ആം വെരി സെൻസിറ്റൈസ്ഡ് ടു ദി സിൻ. ഞാൻ ഈ പാപം കാണുമ്പോൾ എനിക്ക് ഭയമാകുന്നു. പാപം കാണുമ്പോൾ അതിനോട് എതിർക്കാനുള്ള പ്രേരണ തോന്നുന്നു. കാരണം എന്താണ്? എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അനുഭവിക്കാനായിട്ട് കഴിയുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നു. അതുകൊണ്ട് നിസാര വാക്കിൽ പറഞ്ഞാൽ, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് സെൻസിറ്റൈസ് ടു us to sin. പാപം കാണുമ്പോൾ അതിനെ എതിർക്കാൻ, അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രേരണ നമ്മുടെ ഉള്ളിൽ തരുന്നു. എന്നാൽ എപ്പോഴും ബലഹീന ശരീരമായിരിക്കുന്ന നമ്മൾ ഈ പാപം കാണുമ്പോൾ എത്രത്തോളം അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത്, എത്രത്തോളമാണ് അതിനെ എതിർത്ത് നിൽക്കുന്നത്. പലപ്പോഴും പാപത്തിൻ്റെ ശക്തി വളരെ ശക്തമായി വരുമ്പോൾ വി ആർ വെരി ട്രൈങ് ഹാർഡ് ടു ഡിഫെൻഡ് ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സ്പിരിറ്റ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ ഇതിനെ ഇങ്ങനെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഉള്ളിൽ എനിക്കൊരു ഞരക്കമുണ്ട്: കർത്താവേ, എനിക്ക് കഴിയുന്നില്ല, എനിക്ക് എപ്പോഴും തടുക്കാൻ കഴിയുന്നില്ല. ഈ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് എനിക്കിതിനെ എതിർക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഉള്ളിലെ ഞരക്കമെന്ന് പറയുന്നത് എങ്ങനെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് ആ നിത്യതയുടെ അനുഭവത്തിലേക്ക് എനിക്ക് എങ്ങനെങ്കിലും എത്തിച്ചേരണം. കാരണം ഐ ഫീൽ റിലാക്സ്ഡ്, ഐ വിൽ ബി റിഡീംഡ് ടോട്ടലി. ഞാൻ പൂർണ്ണമായി രക്ഷപ്പെടും. എപ്പോഴാ? എനിക്ക് ഈ വീണ്ടെടുപ്പ് എന്നിൽ സംഭവിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഈ പിശാച് കൊണ്ടുവരുന്ന പാപത്തെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? ഈ നമ്മളിൽ പരിവർത്തിച്ച പ്രൈസ് ദി ലോർഡ് ആത്മാവിൻ്റെ ശക്തിയാൽ. ആത്മാവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്, നമുക്കൊരു പവർ തന്നിരിക്കുകയാണ് അതിനെ എതിർത്തുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ പാപം വരാതെ നമ്മൾക്കിങ്ങനെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയും. എന്നാൽ എപ്പോഴെങ്കിലും വിള്ളലുകൾ ഉണ്ടാക്കി പിശാച് വീണ്ടും അതിന് നേരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫൈറ്റിംഗ് ആർക്കാണ് ഇഷ്ടം? എല്ലാവരും ഫൈറ്റിംഗ് നിർത്തണമെന്നുള്ള ആഗ്രഹത്തിലല്ലേ? ലോകത്തിൽ തന്നെ പലരും യുദ്ധം നടത്തുമ്പോഴും അതിൻ്റെ നടുവിലൂടെ അവർ യുദ്ധം അവസാനിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത്. എങ്ങനെ യുദ്ധം നിർത്താൻ അവർക്കെല്ലാം ആഗ്രഹമുണ്ട്. എന്നതുപോലെ നമുക്ക് എന്നും ഇങ്ങനെ പിശാചിനോട് എതിർത്ത് നിൽക്കാനായിട്ട് അതിനെക്കാട്ടിൽ നല്ലതല്ലേ ആ ഒരു വലിയ ശക്തിയിൽ നിന്ന് നമ്മളങ്ങ് രക്ഷപ്പെടുക എന്നുള്ളത്. അതിനായിട്ട് പ്രൈസ് ദി ലോർഡ് ആദ്യദാനം ലഭിച്ചവരായിരിക്കുന്ന വിശ്വാസികൾ എന്ത് ചെയ്യുകയാണ്? അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വിശ്വാസികളായ നമുക്ക് പാപം കാണുമ്പോൾ അതിനോട് വിരക്തി തോന്നുന്നത്. അല്ലെങ്കിൽ മറ്റൊരാൾ ഈ പാപം ചെയ്യുമ്പോൾ അതിനോടും നമുക്ക് വിരക്തി തോന്നുന്നത്.
അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഈ പാപത്തിൻ്റെ അനുഭവങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇതൊരു പാപമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ, ശ്രദ്ധിച്ചേക്കണം, പ്രൈസ് ദി ലോർഡ്, ഏതെങ്കിലും അനുഭവങ്ങൾ ഉയർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ എന്തെങ്കിലും ട്രെൻഡുകൾ ഉയർന്നു വരുമ്പോൾ അതിനകത്തൊരു പാപത്തിൻ്റെ അനുഭവം ഉണ്ടെന്ന് ഉള്ളിൽ ദൈവാത്മാവിൻ്റെ ഇടപെടൽ നടക്കുന്ന ആൾക്കറിയാം. അയ്യോ, അത് വേണ്ട, ദാറ്റ് വിൽ ലീഡ് ടു സിൻ, അതൊരു പാപത്തിലേക്ക് നയിക്കപ്പെടും, അത് പിന്നത്തേതിൽ പാപത്തിലേക്ക് നയിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വളരെ കളർഫുള്ളായിട്ട് തോന്നുന്നുവെങ്കിലും പിന്നീട് അത് പാപത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ മറ്റൊരുത്തൻ ഈ പ്രവണത കാണിക്കുമ്പോൾ അതിനെ എതിർക്കും. എന്നാൽ നമ്മൾ പലപ്പോഴും അതിനെ എതിർക്കുന്നവരെ കാണുമ്പോൾ വലിയൊരു പരീക്ഷ വന്നിരിക്കുന്നു, വലിയൊരു അതിവിശുദ്ധം വന്നിരിക്കുന്നു എന്നൊക്കെ നമുക്ക് തെറ്റിദ്ധാരണ ഉളവാക്കി അതിനെ നിസാരവൽക്കരിക്കാറുണ്ട്. അല്ലെങ്കിൽ കാലത്തിൻ്റെ ഗതികളനുസരിച്ച്, കാലഘട്ടത്തിൻ്റെ പോക്കനുസരിച്ച് ഇതൊക്കെ നമ്മൾ മാറ്റേണ്ടതല്ലേ, ഇതൊക്കെ നമുക്കൊരു പാരമ്പര്യമല്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അകത്ത് ഉള്ളിൽ ആത്മാവിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരുവൻ, അവൻ ഈ പാപത്തെ ഡിസേൺ ചെയ്യാൻ കഴിയും. അവൻ ആ പാപത്തിൻ്റെ അതിനകത്തൊരു പാപത്തിൻ്റെ എലമെൻ്റ് ഉണ്ടെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളോടും പല പ്രിയപ്പെട്ടവരോടൊക്കെ ഞാൻ പലപ്പോഴും പ്രബോധിപ്പിക്കുമ്പോഴൊക്കെ പറയുന്നത്, there are various areas where you will eventually lead into sin. അതിലൊരു പ്രധാനപ്പെട്ടതാണ് മ്യൂസിക്. പ്രൈസ് ദി ലോർഡ്. സംഗീതം അതിന് പ്രധാനപ്പെട്ട ഒരു വേദിയാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. സംഗീതം നമുക്ക് വേണം, ദൈവമാണ് അത് നിർമ്മിച്ചത്. സംഗീതം ദൈവത്തിൻ്റെതാണ്, അത് നമുക്ക് നാമമഹത്വത്തിന് വേണ്ടി വേണം. എന്നാൽ പിശാച് പലപ്പോഴും ഇതിനെയാണ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് പാപത്തിൻ്റെ ചെറിയ ചെറിയ വിത്തുകൾ വിതറുന്നത്. അപ്പോൾ ഉള്ളിൽ ആത്മാവ് നിറഞ്ഞവൻ എന്ത് ചെയ്യുന്നു? ഹി വിൽ ഡിസേൺ ഇറ്റ്, ഹി വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അതിനെ പ്രതിരോധിക്കും, അത് വേണ്ട എന്ന് പറയും, അത് പാടില്ല എന്ന് പറയും. അപ്പോൾ അത് ആത്മാവിൻ്റെ പരിവർത്തനം നടക്കുമ്പോഴാണ് ഇതിനെ തിരിച്ചറിയാൻ കഴിയുന്നത്. ഈ പറയുന്നത് ഈസ് എ ഗ്രോണിങ്, ഇത് വേണ്ട എന്ന് പറയുന്നത്, ഇത് പാടില്ലാത്തതാണല്ലോ, ഇത് സഭയിൽ വേണ്ടാത്തതാണ്, ഇത് സഭയിൽ വരാൻ പാടില്ലാത്തതാണ് എന്ന് ഒരുവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ചിന്ത അതൊരു ഞരക്കമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ദൈവസന്നിധിയിൽ ദൈവത്തിന് ഹിതമില്ലാത്തതൊന്ന് നമ്മളിങ്ങനെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവേ ഇതെന്താ ഇങ്ങനെ, കർത്താവേ ഇതെന്താ ഇങ്ങനെ എന്ന് വിശുദ്ധീകരിക്കപ്പെട്ട തേജസ്കരിക്കപ്പെടാനായിട്ട് യോഗ്യത പ്രാപിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആത്മാവ് പരിവർത്തിക്കുന്ന ഒരാൾക്കൊരു ഞരക്കമുണ്ടാകും. ആ ഞരക്കം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. തൻ്റെ ഉള്ളിലെ ഞരക്കം ഇതാണ്, കർത്താവേ ലെറ്റ് ഗോ, ലെറ്റ് ഫിനിഷ് ഓൾ ദീസ് തിങ്സ്, ഇതെല്ലാം ഒന്ന് തീരട്ടെ. ആ തീരാനുള്ളതിന് വേണ്ടിയുള്ള ഒരു ഞരക്കം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു വിശ്വാസി എപ്പോഴും ഹീസ് ലോങ്ങിങ് ഓൾവേസ് ടു ഗെറ്റ് ഡെലിവേർഡ് ഫ്രം ദിസ് സിൻഫുൾനെസ് of this world or the mortal bodies. നമ്മുടെ ശരീരം എപ്പോഴും പാപത്തിന് വേണ്ടി ഇങ്ങനെ ടെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാപം ചെയ്യാൻ നമ്മളെങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ആത്മനിയന്ത്രിതനായ വ്യക്തിയുടെ ആഗ്രഹം എന്താണ്? കർത്താവ്, ഈ മോർട്ടൽ ബോഡിക്കകത്തുള്ള ഈ പാപത്തോടുള്ള വാഞ്ചയുണ്ടല്ലോ കർത്താവെ, അതൊന്നും തീരുന്നത് എന്നാ, അതിൻ്റെ ഒരു ഞരക്കം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ജഡം എപ്പോഴും പാപത്തിന് വേണ്ടി നമ്മളെ ഇങ്ങനെ ഭേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ഫൈറ്റ്, ഒരു സ്ട്രഗിൾ, ഒരു ഗ്രോണിങ്, ഒരു ഞരക്കം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിടുതലിനായി, ഒരു ഈറ്റുനോവിനായി, ഒരു ഡെലിവറൻസിനായി. മാത്രമല്ല, the Christian's agony, it is the Christian agony, the Christian's anticipation is the other thing. 24 മുതലുള്ള താഴോട്ട് വായിക്കുമ്പോൾ, പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ എ ക്രിസ്ത്യൻ ആൻറ്റിസിപ്പേഷൻ ഈസ്, പോൾ ഈസ് ടെല്ലിങ് that we are saved by a hope. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ പ്രത്യാശയാലാണ്. ഈ പ്രത്യാശ എന്ന് പറയുന്നത്, വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ ഈ പ്രത്യാശ എന്ന് പറയുന്നത്, ഇറ്റ്സ് നോട്ട് സിംപ്ലി അവർ വിഷ്. പ്രത്യാശ എന്ന് പറയുമ്പോൾ എൻ്റെ ആഗ്രഹം എന്നതല്ല. പ്രൈസ് ദി ലോർഡ്.
ദി ഹോപ്പ് ഈസ് നോട്ട് അവർ വിഷ് ആൻഡ് വാട്ട് ഐ വാണ്ട്, ബട്ട് ബിബ്ലിക്കലി വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യാശ എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ആൻ അഷ്വറൻസ് ബേസ്ഡ് ഓൺ അവർ കൺവിക്ഷൻ. നമ്മുടെ ഉള്ളിലെ ആ ബോധ്യത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഒരു വിശ്വാസമാണ്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. ഇറ്റ്സ് ആൻ അഷ്വറൻസ്, നമ്മുടെ ഉറപ്പാണ്. ഏത്? എനിക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ലഭിച്ച ബോധ്യത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ഉറപ്പാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്. അല്ലാതെ കേവലം ഒരു ആഗ്രഹമല്ല. എൻ്റെ ഒരു ആഗ്രഹമാണ് ഇതൊന്ന് തേജസ്കരിക്കപ്പെടണമെന്ന്, അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഞരക്കത്തിൽ നിന്ന് എനിക്ക് പുറത്തു പോകണമെന്ന്, എൻ്റെ ഒരു ആഗ്രഹമാണ് ദൈവപുത്രന്മാരുടെ തേജസ്കരണം. അത് ആഗ്രഹമല്ല. ഇറ്റ് ഈസ് എൻ അഷ്വറൻസ്. ഇത് ദൈവം ഉറപ്പ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എൻ അഷ്വറൻസ് ബേസ്ഡ് ഓൺ അവർ കൺവിക്ഷൻ. ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ എന്നിൽ വന്ന ഒരു ഉറപ്പാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ, മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതാണ് എൻ്റെ പ്രത്യാശ. ദൈവം പറഞ്ഞിട്ടുണ്ട് ഞാൻ വീണ്ടും വരുമെന്ന്. ദൈവം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളുമെന്ന്. ദൈവം പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രത്യാശ കേവലം എൻ്റെ ഒരു ആഗ്രഹമല്ല, ബട്ട് ഇറ്റ് ഈസ് an assurance. It is a ground where I am standing. ഞാൻ നിൽക്കുന്നതിൻ്റെ ഉറപ്പാണ് എൻ്റെ പ്രത്യാശ. അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ നാം ഓരോരുത്തരും എത്ര ദുരിതങ്ങളും കഷ്ടങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നാലും നാം പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഐ ആം നോട്ട് ബിലീവിങ് ഇൻ എ ഫേക്ക് ഐഡൻറ്റിറ്റി. ഐ ആം നോട്ട് ബിലീവിങ് ഇൻ എ ഫേക്ക് എറ്റേണിറ്റി. ഞാനൊരു ഫേക്കായിട്ടുള്ള നിത്യതയെക്കുറിച്ചല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നതിനകത്ത് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. ഐ ഹാവ് എ സ്ട്രോങ് കൺവിക്ഷൻ ഓഫ് വാട്ട് ഐ ആം ബിലീവിങ്. ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്നത് എനിക്ക് നല്ല ഉറപ്പോടെ ഞാൻ അതിൽ ബോധവാനാണ്. ഐ ആം ജസ്റ്റ് ബിലീവിങ് വാട്ട് ഐ ആം കൺവിൻസ്ഡ് വിത്ത്. ഞാൻ എന്താണ് വിശ്വസിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ നാം വായിക്കുന്നത്, whoever shall call upon his name, ആരെങ്കിലും അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ അവൻ രക്ഷപ്പെടും. Hallelujah, he will be saved. അവൻ രക്ഷിക്കപ്പെടുമെന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്, ഇറ്റ്സ് നോട്ട് റിയലി അവർ വിഷ്, ഇറ്റ്സ് നോട്ട് റിയലി വാട്ട് വി വാണ്ട്, ബട്ട് ഇറ്റ് ഈസ് അവർ അഷ്വറൻസ്. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ആ ഒരു വലിയ ഉറപ്പിന്മേലാണ്. അതുകൊണ്ടാണ് എൻ്റെ ഉള്ളിലെ ഞരക്കം, കർത്താവേ എന്നാണ് എനിക്ക് ഈ വീണ്ടെടുപ്പ് സംഭവിക്കുന്നത്, എന്നാണ് എനിക്ക് ഈ വീണ്ടെടുപ്പിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. സോ ദ ക്രിസ്ത്യൻസ് ഈസ് ആൻറ്റിസിപ്പേറ്റിംഗ് ഫോർ ദാറ്റ് എറ്റേണിറ്റി. മൂന്നാമത്തെ നിലവിളി, ഇതുവരെ പറഞ്ഞ 3 ഞരക്കങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഒന്നാമത്തെ ഞരക്കം, സകല സൃഷ്ടിയും ഞരങ്ങുന്നു. 2, സകല വിശുദ്ധന്മാരും, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ച സകല വിശുദ്ധന്മാരും ഞരങ്ങുന്നു. മൂന്നാമത്തേതാണ് ആത്മാവ് ദാനം ഞരങ്ങുന്നു. അത് വായിക്കുന്നത് 26-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, അവണ്ണം തന്നെ ആത്മാവും നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടതുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. കംഫർട്ടർ, ദ ഹോളി സ്പിരിറ്റ് വിച്ച് ഈസ് കൺസിഡർഡ് ആസ് എ കംഫർട്ടർ. പരിശുദ്ധാത്മാവിനെ നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ ആശ്വാസപ്രദനാണ്. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വിവിധ നിലകളിൽ പരിവർത്തിക്കുന്നു. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും എനിക്ക് ബോധ്യം വരുത്തുന്നു. ഈ പരിശുദ്ധാത്മാവ് എന്നെ ഓരോ ദിവസവും ശക്തീകരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥനെ പോലെ പ്രവർത്തിക്കുന്നത് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു. പൗലോസിന്റെ വിവിധ ഭാഷകളിൽ ഭാഗങ്ങളിൽ പറയുമ്പോൾ ഇതൊരു ആശ്വാസപ്രദനാണ്. ഹിസ് എ കംഫർട്ടർ. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ആത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മളോടൊപ്പം ഞരങ്ങുന്നു. ദ കംഫർട്ടർ ഈസ് ഗ്രോണിങ് ഫോർ ദ റിഡംഷൻ. കംഫർട്ടറായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഞരങ്ങുന്നത് പ്രതീക്ഷയില്ലായ്മയുടെ ഞരക്കമല്ല. അത് സൃഷ്ടി വീണ്ടെടുപ്പിന് വേണ്ടിയാണ് ഞരങ്ങുന്നത്. ദൈവമക്കളായ നാം ഓരോരുത്തരും നമ്മുടെ ടോളറൻസ്, അത് ഓരോ ദിവസവും അതിൻ്റെ ശക്തി നമുക്ക് താങ്ങാൻ കഴിയാത്തത് കൊണ്ട്
ആ ടോളറൻസ് ലെവൽ കുറഞ്ഞു കുറഞ്ഞു പോകുന്നതുകൊണ്ട് നമ്മളങ്ങ് ഞെരങ്ങുകയാണ്, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെடும். പക്ഷേ ദൈവമായിരിക്കുന്ന ആത്മാവ് എന്തിനാ ഞെരങ്ങുന്നത്? ആത്മാവ് ഞെരങ്ങുന്നത് അയ്യോ എനിക്കും പറ്റുന്നില്ല, ഞാനും അങ്ങ് വീക്കായി എന്നതുകൊണ്ടല്ല ആത്മാവ് ഞെരങ്ങുന്നത്. ആത്മാവ് ഞെരങ്ങുന്നത് പ്രൈസ് ദി ലോർഡ്, ഇറ്റ് ഈസ് ദ കംഫർട്ടർ who sustains us. The comforter sustains us. നമ്മെ പിടിച്ചു നിർത്തുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അതാണ് 26 വാക്യം, അതിൻ്റെ ആദ്യത്തെ വാക്യം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മാവ് നമ്മുടെ ബലഹീനത എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മെ കവർ ചെയ്യുന്നു, നമ്മെ ശക്തീകരിക്കുന്നു. അപ്പോൾ ആത്മാവിൻ്റെ ഞരക്കം അതൊരു ബലഹീനതയുടെ ഞരക്കമല്ല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം തന്നെ ഞരങ്ങുന്നു. എന്തിനു വേണ്ടി? പ്രൈസ് ദി ലോർഡ്. എൻ്റെയും നിൻ്റെയും ഭാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വഹിക്കേണ്ടതായ ഭാരങ്ങൾ, എൻ്റെ ബലഹീനത, അതെന്ത് ചെയ്യുന്നു? ആത്മാവ് എടുക്കുന്നു. ആത്മാവ് ടേക്ക് ഹോൾഡ് ഓഫ് അവർ ബേർഡൻ. നമ്മുടെ ബേർഡൻ എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. അവിടെ പറയുന്നത് ഒരു സഹായകനായി. ഈ ഞരക്കം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. താൻ ആ ഞരക്കത്തെ ഹോൾഡ് ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവല്ല ഞരങ്ങുന്നത്, മറിച്ച് എൻ്റെയും നിൻ്റെ ഞരക്കം എടുത്ത് പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞരക്കം എവിടെ ഇരിക്കുകയാണ്? ഇപ്പം ഞരക്കം ആത്മാവിൻ്റെ കയ്യിലിരിക്കുകയാണ്. ആത്മാവ് അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഞരക്കത്തെ ഹോൾഡ് ചെയ്ത് ഈ ഞരക്കം ആത്മാവ് ബിയർ ചെയ്യുകയാണ്. എൻ്റെയും നിൻ്റെയും പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ, പ്രശ്നങ്ങളുടെ വിഷയങ്ങൾ അതാരേറ്റെടുക്കുന്നു? അത് ആത്മാവ് ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങതാ മക്കളെ ഞാനങ്ങ് ഞരങ്ങിക്കോളാം, ഇങ്ങതാ മക്കളെ ഞാനതങ്ങ് ഏറ്റെടുക്കാം, നിന്റെ പ്രശ്നം എന്താണ് ഞാനതങ്ങ് അതിനകത്ത് ഞാനങ്ങ് ഇടിവിൽ നിൽക്കാം. അപ്പോൾ ഒരു സഹായകനായി പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തിൻ്റെ അവസ്ഥകൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് ഞരങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ ദിവസവും നമ്മുടെ ഭാരങ്ങൾ നമുക്ക് ഇറക്കി വെക്കാൻ കഴിയുന്ന ഒരിടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു ബലഹീന ശരീരത്തിലാണ് ജീവിക്കുന്നത്, നമ്മൾ ഒരു മ്ലേച്ഛമായ ലോകത്തിലാണ് ജീവിക്കുന്നത്, നമ്മുടെ ശരീരം ഒരു മർത്യമായ ശരീരമാണ്. എന്നാൽ നമ്മളെപ്പോഴും പാപത്തിന് വശംവദരാകാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ആ ബലഹീനത ഏറ്റെടുക്കുന്നു, നമ്മുടെ ആ കുറവ് ഏറ്റെടുക്കുന്നു, നമ്മുടെ അശക്തി ഉണ്ടല്ലോ, ശക്തിയില്ലായ്മ, അത് പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിട്ട് അവൻ നമ്മെ സഹായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. നമ്മളിൽ പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നത് നമുക്ക് 2 വാക്ക് അന്യഭാഷ പറയാനുള്ള ഒരു എനർജി സോഴ്സ് അല്ല പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവ് നമ്മെ സകലത്തിലും വഴി നടത്താൻ ശക്തനായ ഒന്നാണ്. ദൈവമായിരിക്കുന്നവൻ, ദൈവത്തിൻ്റെ സകല അസ്തിത്വവും ഉൾക്കൊള്ളുന്ന പരിശുദ്ധാത്മാവ് എന്നെയും നിന്നെയും കേവലം 2 വാക്ക് അന്യഭാഷ പറയാൻ വന്ന് നമ്മെ സഹായിക്കുന്ന ഒരു ഏജന്റ് അല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന. Praise the Lord. So only through the ministry of the Spirit of God working in us help us that we are even able to do anything that could be called good. നമ്മൾ നല്ലതെന്ന് പറയത്തക്ക നിലയിൽ എന്തും ചെയ്യാൻ എന്നെ ശക്തീകരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. നമ്മൾ ബലഹീനപ്പെടുമ്പോൾ, നമ്മൾ നിരാശപ്പെടുമ്പോൾ എന്നെ ശക്തീകരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പരിശുദ്ധാത്മാവ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എന്നെ വഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഞരങ്ങാൻ റെഡിയാണ്. അവൻ നമുക്ക് വേണ്ടി ഞരങ്ങാൻ റെഡിയാണ്. അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി ഞരങ്ങുന്നു. അത് മാത്രമല്ല, അടുത്തൊരു കാര്യമാണ് വളരെ ശ്രദ്ധേയം. ദ കംഫർട്ടർ സ്പീക്സ് ഫോർ അസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി കയറി പ്രാർത്ഥിക്കുന്നു എന്നല്ല. എന്നാൽ അത് പറയുമ്പോൾ പൗലോസിൻ്റെ ആ ഭാഷയിൽ പ്രാർത്ഥനയുടെ മണ്ഡലത്തിലാണ് പരിശുദ്ധാത്മ നിൽക്കുന്നതെങ്കിലും പരിശുദ്ധാത്മാവ് ഒരു പ്രാർത്ഥന പോലെ തന്നെയാണെങ്കിലും എന്താ അവിടെ പറയുന്നതെന്നറിയാമോ?
it is absolutely a kind of a consistent with the perfect will of God. ദൈവത്തിൻ്റെ ആ വലിയ ഹിതത്തിനനുസൃതമായിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കപ്പെടാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന് അറിയാം എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. പരിശുദ്ധാത്മാവിന് അറിയാം എന്തൊക്കെ ആവശ്യമുണ്ട്. എന്നാൽ നമ്മുടെ പ്രാർത്ഥന എന്ത് ചെയ്യുന്നു? അവൻ ഏറ്റെടുക്കുന്നു. ഹി ടേക്സ് അവർ പ്രേയേഴ്സ് വിച്ച് ആർ ഓഫൺ ഫ്ലോഡ് ആൻഡ് മിസ്ഗൈഡഡ്. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും എന്താ പ്രാർത്ഥിക്കേണ്ടതെന്നും നമുക്കറിയത്തില്ല. പ്രാർത്ഥിക്കുന്നത് തെറ്റാണേലും എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവ് അതിനെ ഏറ്റെടുക്കുന്നു. ഹി സ്ട്രെങ്തൻസ് us. നമ്മുടെ പ്രാർത്ഥനയെ അവൻ ശക്തീകരിക്കുന്നു. അവൻ നമ്മുടെ പ്രാർത്ഥന ഏറ്റെടുത്തുകൊണ്ട് ആ പ്രാർത്ഥന ഓൺ ബിഹാഫ് ഓഫ് us, നമ്മുടെ ആവശ്യത്തിനായിട്ട് ഈ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് എത്രയോ അനുഗ്രഹപ്പെട്ട ഒരു പ്രക്രിയയാണ്. എൻ്റെയും നിൻ്റെയും പ്രാർത്ഥനയ്ക്ക് വീഴ്ചകളുണ്ട്. എൻ്റെയും നിൻ്റെയും പ്രാർത്ഥന സ്വയത്തിൻ്റെ പ്രാർത്ഥനയായിരിക്കാം. എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകളൊക്കെ ബലഹീനതയുടെയും നിരാശയുടെയും പ്രാർത്ഥനയായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, ഈ ബലഹീനതയ്ക്ക് തുണ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി 27-ാമത്തെ വാക്യം, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്തുകൊണ്ട് ആത്മാവിൻ്റെ ചിന്തത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുവാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്ത് ചെയ്യുന്നു? ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം. He is interceding. Holy Spirit is interceding for us. Praise the Lord. ഈ ഒരു ഇന്റർസീഡിങ്ങിനകത്തുണ്ടാകുന്ന ആ ഒരു പ്രക്രിയയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഞരക്കം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെയും നിൻ്റെ ഞരക്കം അതിൻ്റെ യാതൊരു തീവ്രതയും കുറയ്ക്കാതെ ആ ഞരക്കം ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഞരങ്ങിക്കൊണ്ട്, നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥനായിരുന്നു കൊണ്ട്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ ആ പ്രാർത്ഥനകളെ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. Hallelujah, the Comforter is speaking on behalf of us. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു ട്രാൻസ്ലേറ്ററെ പോലെ എൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്താനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? ആത്മാവ് ഇടപെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ എൻ്റെ പ്രാർത്ഥന ഒത്തിരി അത് എൻ്റെ ഒരു സ്വയത്തിൽ നിന്ന് വന്നതായിരിക്കാം. എന്നാൽ ആത്മാവ് എന്ത് ചെയ്യുന്നു? എൻ്റെ പ്രാർത്ഥനയെ ശരിയാക്കിയിട്ട്, എൻ്റെ പ്രാർത്ഥനയൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ആ പ്രാർത്ഥനയെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നു. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാർത്ഥനകൾ ചിലപ്പോൾ സ്വാർത്ഥമായ അനുഭവത്തിൽ നിന്ന് വന്നേക്കാം. എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾ ഒരുപക്ഷേ പ്രൈസ് ദി ലോർഡ് നമ്മുടേതായ ഹല്ലേലൂയ നമ്മുടേതായ ചിന്തയിൽ നിന്ന് വന്നേക്കാം. എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന ഒരുപക്ഷെ എൻ്റെ പാപം നിറഞ്ഞ ചിന്തകളിൽ നിന്ന് വന്ന പ്രാർത്ഥനയാകാം. എന്നാൽ പരിശുദ്ധാത്മാവ് ഇടവിൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നു? എൻ്റെ പ്രാർത്ഥനയെ പ്രൈസ് ദി ലോർഡ് തൻ്റെ ഞരക്കത്തിലൂടെ അത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അത് സമർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ഒരു ഞരക്കം എത്രയോ അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് എനിക്ക് വേണ്ടി ഒന്ന് ഇടിവിൽ നിന്ന, ഇഫ് സ്പിരിറ്റ് ഈസ് ഇന്റർസീഡിങ് ഫോർ മീ, ഇഫ് സ്പിരിറ്റ് ഈസ് ഹെൽപ്പിംഗ് ഇൻ മിഡ്സ് ഓഫ് മൈ ട്രബിൾസ്, ഇഫ് സ്പിരിറ്റ് ഈസ് സ്പീക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് us, ദാറ്റ് മീൻസ് ദർ ഈസ് എ പ്രോമിസ്ഡ് ഡെലിവറൻസ്. അവിടെ ഒരു വലിയ ഉറപ്പുള്ള വിടുതൽ അവിടെ നമുക്ക് വേണ്ടി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പക്ഷേ പൗലോസ് ഇവിടെ ഓർപ്പിക്കുമ്പോൾ പ്രാർത്ഥന പോലെയാണ് തന്നെ അത് പറയുന്നെങ്കിലും ഇറ്റ്സ് നോട്ട് മിയർലി എ പ്രെയർ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഭാരം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് കേവലം ഒരു പ്രെയർ കാരിയറായിട്ട് നിൽക്കുകയല്ല. പരിശുദ്ധാത്മാവ് തന്നെ എൻ്റെയും നിങ്ങളുടെയും വിഷയങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിലേക്ക് നമുക്ക് ഈ രാത്രികാലം നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദ ഗോഡ് ഹല്ലേലൂയ ഈസ് അവർ കംഫോർട്ടർ. ദൈവം നമ്മുടെ കംഫോർട്ടറാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ ആശ്വാസപ്രദനാണ്. പ്രൈസ് ദി ലോർഡ്. സോ ദ ഡിലിജൻസ് ഓഫ് ദ സ്പിരിറ്റ് ലൈഫ്, ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിൽ ഒത്തിരി നിരാശപ്പെടുമ്പോഴും, നമ്മൾ ഈ ലോകത്തിൽ ഒത്തിരി ഭാരപ്പെടുമ്പോഴും,
നമ്മൾ ഈ ലോകത്തിൽ ഒത്തിരി വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ കർത്താവ് നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരുവനാണ്. പ്രൈസ് ദി ലോർഡ്. 3 ഞരക്കങ്ങളെക്കുറിച്ച് രാത്രി ഞാൻ ഓർപ്പിച്ചല്ലോ. ഒന്ന്, ഈ സൃഷ്ടി അതിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി. എന്തിനാണ് സൃഷ്ടി വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നത്? ബിക്കോസ് മനുഷ്യപുത്രൻ്റെ തേജസ്കരണം അതിൻ്റെയും വീണ്ടെടുപ്പായി മാറുകയാണ്. ഹല്ലേലൂയ. അത് അടുത്തതായി മനുഷ്യരായ നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടവരും ഞരങ്ങുന്നു. എന്തിനു വേണ്ടി? ഒരു ദിവസമുണ്ട് നമുക്ക് ഈ എല്ലാ ബേർഡൻസും മാറുന്ന ഒരു ദിവസമുണ്ട്. അതിനു വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് കർത്താവേ, ഈ പാപപങ്കുലമായ ജീവിതത്തിൽ എനിക്ക് വിസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള ശേഷി കർത്താവെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഞരക്കങ്ങൾക്കെല്ലാം ഒരു വിരാമമിടണമേ എന്ന് എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്. നമ്മൾ പലപ്പോഴും നിത്യതയെക്കുറിച്ച് പറയാൻ നമ്മൾ പറയാറില്ല. നിത്യതയെക്കുറിച്ച് നമുക്ക് പലപ്പോഴും പ്രതീക്ഷയില്ല. നിത്യതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതൊരു ഉട്ടോപ്യൻ ചിന്താഗതിയാണ് നമ്മൾ ചിന്തിക്കുന്നു. നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് വെറുതെ കേൾക്കാൻ കൊള്ളാമെന്ന് നമ്മൾ പറയുന്നു. എന്നാൽ നമ്മുടെ ഉള്ളിൽ എത്ര പേർക്കൊരു ആഗ്രഹമുണ്ട്, കർത്താവേ, ഈ പാപത്തിൻ്റെ ലോകത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് വരുമല്ലോ. Praise the Lord. Hallelujah. When I see the glorification of God. നമ്മൾ ഈ ലോകത്തിൽ വളരെ പാപത്തിൽ നിന്ന് പോരാടി ജീവിക്കുന്നവരാണ്. ഒത്തിരി ആണെങ്കിലും നമുക്കിതിനകത്ത് പിടിച്ചു നിൽക്കാൻ പാടാണ്. അങ്ങനെയെങ്കിൽ that final glorification will make an end of all these things. അതിനുവേണ്ടിയുള്ള ഞരക്കം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഞരക്കത്തിന് പറയുന്ന അനുഭവമാണ്, ആ ഞരക്കമെന്ന് പറയുന്നതാണ് ഒരു ആത്മജീവിതത്തിൻ്റെ ഡെലിജൻസ് എന്ന് പറയുന്നത്, ആത്മജീവിതത്തിൻ്റെ ജാഗ്രത എന്ന് പറയുന്നത്. എൻ്റെ ഉള്ളിലെ ആ ഞരക്കം, നമുക്ക് ആ ഞരക്കം തോന്നുന്നില്ലെങ്കിൽ റിയലി we need to ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ഓഫ് അവർ സ്പിരിച്വൽ ലൈഫ്. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൻ്റെ എവിടെയോ ഒരു കേടുപാടുണ്ടാകുന്നുണ്ട് ഈ ഞരക്കം നമ്മളിൽ ഇല്ലെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. പാപത്തിൻ്റെ ആ അനുഭവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്നുള്ള ഞരക്കം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു തെറ്റ് കണ്ടിട്ട് അത് പാപമാണെന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാകാതെ സാരമില്ല എന്ന് പറയുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാൾ പാപത്തിൻ്റെ അനുഭവങ്ങൾക്ക് ചുക്കാൻ പിടിക്കുമ്പോൾ ആയിക്കോട്ടെ കൊള്ളാം എന്ന് കൈയടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അനുഭവമാണ് നമ്മളിൽ ഉണ്ടായിരിക്കുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് എവിടെയോ നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടുകൾ, ആത്മീയ അനുഭവത്തിന് കേടുപാട് സംഭവിച്ചിരിക്കുന്നു. There is really a problem for our spiritual insights. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു പാപത്തിൻ്റെ അനുഭവം വെളിപ്പെട്ട് വരുമ്പോൾ അയ്യോ അത് പാപമാണ്, അത് തെറ്റാണ്, അത് ദൈവഹിതമല്ല എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു കൈൻഡ് ഓഫ് കോൺഫ്ലിക്റ്റും ഞരക്കവും ഉണ്ടാകുന്നെങ്കിൽ, ദാറ്റ് മീൻസ് വി ആർ ഇൻ എ സ്പിരിച്വൽ പാത്ത്. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനായി കർത്താവ് നമ്മെ ഈ രാത്രികാലം ശക്തീകരിക്കട്ടെ. എത്ര പേർക്ക് തങ്ങളെ തന്നെ ദൈവമുമ്പാകെ ദൈവസന്നിധിയിൽ കേട്ടതായി ദൈവവചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക്